കോഴിക്കോട് പുറമേരിയിൽ റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അഞ്ജന, എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? വലിയ സ്ഫോടനമുണ്ടായതാണോ അതോ എന്താണ് സംഭവം? കോഴിക്കോട് പുറമേരിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പുറമേരി ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തെ റോഡിലാണ് ഇത് ഉണ്ടായത്. രാവിലെ 8:15 ഒരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ സ്കൂളിലേക്ക് കുട്ടികളുമായി സ്കൂൾ ബസ് പോവുകയായിരുന്നു. സ്കൂൾ ബസ് ആറന്മുള റോഡിന് ക്ഷേത്രത്തിന് സമീപത്തെ റോഡിലെത്തിയപ്പോൾ ടയറ് ഒരു സ്ഫോടക വസ്തുവിൽ കയറുകയും അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഡ്രൈവറും അത് കണ്ടുവന്നവരും ഒക്കെ പറയുന്നത്. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടപ്പോൾ ഉടൻ തന്നെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയായിരുന്നു. അപ്പോൾ വലിയ രീതിയിലൊരു പുക ഉയരുന്നതായി കണ്ടു, വലിയ ശബ്ദവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത് എന്തെങ്കിലും സ്ഫോടക വസ്തു ആയിരിക്കും എന്നുള്ളത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഉടൻ തന്നെ പോലീസ് എത്തുകയും പരിശോധന നടത്തുകയുമാണ്. ഇത് എന്താണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തുതന്നെയായാലും വണ്ടിക്കകത്ത് ആ സമയത്ത് സ്കൂളിലേക്ക് പോകുകയായിരുന്നു, സ്കൂൾ ബസ് ആയിരുന്നു, അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു അപകടം ഒരുപക്ഷെ ഒഴിവായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും എന്താണ് അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത്, എങ്ങനെയാണ് അവർ പൊട്ടിത്തെറിച്ചിലേക്ക് മാറിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് എത്തി അന്വേഷണം നടത്തുകയാണ്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ ബസ് കടന്നു പോകുന്നതിന് തൊട്ടടുത്ത സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപകടം ഒഴിവായി എന്നുള്ള നിഗമനമാണ് ഇപ്പോഴുള്ളത്.